ഇവനൊക്കെയാണല്ലോ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുന്നത്. എനിക്ക് നാണം തോന്നുന്നു നമ്മുടെ നാട്ടിലെ കുട്ടികളെ ആലോചിച്ച് അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം പുള്ളി മറ്റേ നിയമസഭയിൽ വന്നിട്ട് പറയാണ് ഞാൻ അവന് പെണ്ണൊന്നും വിളിച്ചിട്ടില്ല, കുറച്ച് കടുത്തു പോയെന്ന് എനിക്കറിയാം, പക്ഷെ അവന് പെണ്ണ് വിളിച്ചിട്ടില്ലെന്നാണ്. ഇതൊക്കെ ഇത്തവണ ബൈറ്റാണ് കിടക്കുന്നത്. ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി 10 കൊല്ലം കഴിഞ്ഞാലും ഈ വീഡിയോസ് ഒക്കെ അവിടെ തന്നെ കിടക്കും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടാവും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റേ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് എന്തോരം വീഡിയോ ആണെന്ന് അറിയാമോ തൃക്കരിപ്പൂരിൽ എന്ത് ചെയ്തു? കാരണം സന്ദീപ് വാര്യർ പ്രചരിക്കുന്നത്. അപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിന്റെ താഴേക്ക് എഴുതി വെച്ചേക്കുന്ന വാചകമുണ്ട്, അദ്ദേഹം മറന്നുപോയി പാർട്ടി മാറിയെന്നും വന്നിട്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കുറ്റം പറയുന്ന വീഡിയോസ് ഇട്ടേക്കണം. സത്യത്തിൽ അത് ഇട്ടേക്കണത് കോൺഗ്രസിന് BJP നിന്നപ്പോഴുള്ളതാ. പക്ഷെ അതിന് താഴെ ആളുകൾ മുഴുവൻ വിശ്വസിക്കും ഇപ്പൊ അത്. കാരണം താഴെ എഴുതി വെച്ചേക്കണത് ഇത് മറന്നുപോയി പാർട്ടി മാറിയെന്ന് പറഞ്ഞിട്ടാ. പിന്നെ VD സതീശന്റെ കാര്യത്തിൽ VD സതീശൻ നിരന്തരമായി നുണ പറയുന്നുണ്ട്, കള്ളം പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല. കാരണം വീട് പണി തുടങ്ങാൻ പോണേണ്, ഞങ്ങൾ സ്ഥലം മേടിച്ച് രജിസ്ട്രേഷൻ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഗതികേട് കൂടിയാണ്. കാരണം കാശൊക്കെ ഇവരൊക്കെ കൂടി പലതും കൂടി എന്ത് ചെയ്ത് പല വായി പോയി. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ഈ കണ്ടീഷനിലേക്ക് ഈ തവണ ഒന്ന് കരകയറ്റാൻ വേണ്ടി പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് അദ്ദേഹം നടന്നത്. കെ സുധാകരനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. VD സതീശൻ അങ്ങനെ നടത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? കെ സുധാകരനെ തകർക്കാൻ വേണ്ടിയിട്ട് തകർക്കാനല്ലാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു എതിരാളി കൂടി വരും, അത് വലിയ തലവേദനയാകുമെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ ഒരു സീറ്റെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെറുതെ ഒരു MLA ആയിട്ടിരിക്കാൻ വേണ്ടി സീറ്റ് ചോദിക്കും. ഒന്ന്. രണ്ടാമത്തത് ഏറ്റവും കുറഞ്ഞ അദ്ദേഹം ചോദിക്കാൻ വേണം ആഭ്യന്തര വകുപ്പാണ്. അതിൽ കുറഞ്ഞൊന്നും, അതായത് അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള സതീശന്റെ കീഴിൽ വന്നിട്ട് അദ്ദേഹം അവിടെ വളരെ അടങ്ങി ഒതുങ്ങി മനസമാധാനത്തോടുകൂടി എന്ത് ചെയ്യോ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ ഇരിക്കണ പോലെ തുറമുഖ വകുപ്പാണെന്നൊക്കെ പറഞ്ഞിരിക്കുമോ? യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ തന്നെ തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് അറിയണ ഏതോ പ്രശ്നം വന്ന പ്ലാറ്റാണെന്ന് പറയുന്നുണ്ട്.